ഗൈസ് അപ്പം ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു നൈറ്റ് ഇങ്ങനെ എന്താ പറയുക പുറത്ത് പോകണമെന്ന് വിത്ത് നമ്മളുടെ സ്വന്തം ഹായ് റെഡി ടു ഗോ പതിയെ സ്റ്റാർട്ടാ ഗൈസ്. സൗണ്ട് ഉണ്ടാക്കല്ലേ മിനി, സൗണ്ട് ഉണ്ടാക്കല്ലേ ഗൈസ്. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പറയുക ഞങ്ങൾ പുറത്ത്, ഞങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു ഇങ്ങനെ നൈറ്റ് ചുമ്മാ തോന്നുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ തോന്നുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ തോന്നുമ്പോൾ ഇങ്ങനെ പുറത്തു പോകാൻ. അതങ്ങനെ ഞങ്ങൾ ചുമ്മാ ഇപ്പം പോത്തിച്ചിലേക്ക് പോകാല്ലേ. അല്ലെങ്കിൽ എന്താ പറയുക, കല്യാണത്തിന് മുമ്പ് അവളെ വാപ്പൊക്കെ വിളിക്കും. 7 മണിയാകുമ്പോൾ മോളെ നീ എവിടാ? അപ്പോൾ അവള് പറയും ഞാൻ ഷോപ്പിങ്ങിലാ. ഉമ്മ വിളിക്കുക മോളെ എത്താലായോ? ഇപ്പം അങ്ങനെ വിളിയൊന്നുമില്ല, കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ പോത്തിച്ചിലേക്കാണ്. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ എന്തിനു പോവാണ്? എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്, കല്യാണത്തിന് പോവാണ്. അപ്പം അതിന് വേണ്ടി അവൾക്ക് സാരി എടുക്കണം എന്നൊരാഗ്രഹം. എനിക്ക് സാരിയിൽ കാണാൻ ഭയങ്കര ഇഷ്ട കേസുകളാണ്. സോ നമുക്ക് സാരി നോക്കാൻ പോകും. ഓക്കെ, നമ്മൾ പാലാരിവട്ടം മെട്രോന്റെ അവിടെയാണ്. നല്ല ബ്ലോക്ക്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇങ്ങോട്ടാണ്. ഫൈനലി വി ആർ ഹിയർ. ഷോപ്പിങ്ങിന് പോയാലോ? ഏത് കളർ വേണോ സാരി? പച്ച വേണോ, മഞ്ഞ വേണോ? എനിക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. 11 മണി വരണ്ടടി. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ലിഫ്റ്റ്. നമ്മളങ്ങനെ പോത്തീസിലെത്തി ഗൈസ്. ഒരുപാട് സാരികളുണ്ട്. അവൾ നോക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ അവിടെ നിന്ന് നോക്കിട്ടോ. ഇതൊക്കെ കൊള്ളാലേ ഈ സാധനങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ അവൾ സാരി ട്രൈ ചെയ്തുകൊണ്ടൊക്കെയുണ്ട്. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടോ? കിട്ടില്ല. ബ്ലാക്ക് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ട് ഗൈസ്, വേറൊരു ബ്ലാക്ക്, അത് വേറൊരു ബ്ലാക്ക്. ബ്ലാക്കിൽ തന്നെ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടോ ഗൈസ്. ഇത് നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ? ആഹാ അവൾ ഏതോ അവിടെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടതാണ് ഗൈസ്. അപ്പം നമ്മൾ സാരി വാങ്ങുന്നില്ല തീരുമാനിച്ചിരിക്കുന്നു. എനിക്കൊരു ഇഷ്ടപ്പെട്ട കളർ ഉണ്ട്, പക്ഷെ അത് ഇവൾക്ക് വേണ്ട. എനിക്ക് എന്താ പറയാ, അതിന് ബ്ലൗസ് പീസ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. നമ്മൾ എത്ര ആയാലും അത്രയും റേറ്റ് കൊടുത്തിരിക്കും. ബ്ലൗസ് പീസ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒന്നുമില്ല. കളർ നല്ല ജിഗ കളറായിരുന്നു ഗൈസ്. നല്ല തിളങ്ങും കളർ മാത്രം നമ്മൾ നോക്കുമ്പോൾ എല്ലാം നോക്കാം ഗൈസ്. നമ്മൾ പോത്തീസിൽ തന്നെയുള്ള ഹൈപ്പർ മാർക്കറ്റിലെത്തി. സോ ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കാൻ വിചാരിച്ചു. ഏതായാലും ഇവിടെ വരെ വന്നാലേ, പിന്നെ അതിനായിട്ട് വേറെ പോകണ്ട. ഇത് ചപ്പാത്തിയാണടി അതോ? കൊറിയൻ പീസ് ഉണ്ടാക്കണത്? ഫുഡ്. ഈ 2 കാലുകൾ വരയ്ക്കാൻ, ആ 2 കാലുകൾ വരയ്ക്കാൻ എന്താക്കണ ഈ സാധനം. അതൊക്കെ വാങ്ങി ഈ സാധനം വാങ്ങിട്ടാ. പോപ്കോണും കൂടി നോക്കുവാണ് ഗൈസ്. ബേബി ഇതിന് കനം കൂടുന്നുണ്ടോന്ന് സംശയം. എന്നാ ബേബി മസിൽ ഗേൾ പീപ്പോ പെരിപ്പെരി ഗൈസ്. ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ എടുക്കാം. 2 എടുക്കണോ? സാരി വാങ്ങാൻ വന്ന ഞങ്ങൾ വാങ്ങിയതാണ് ഗൈസ്. സോസും നമ്മൾ തന്തവൈ പോയി മാറുന്നുണ്ടോന്ന് സംശയമുണ്ട് ഗൈസ്. അങ്ങനെ ഹസ്ബൻഡും വൈഫിന്റെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു. സാരി വാങ്ങാൻ പോയി ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി. ഇനി ചുരിദാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ മിനിക്കോട്ടതാ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി ബേബി പറഞ്ഞു ചെയ്യും. ബേബി എങ്ങോട്ടാ പോകേണ്ടത്? നിന്റെ ആഗ്രഹം എന്താ? വാട്ട് യു വാണ്ട്? നീ പറയുന്ന മാതിരി ചെയ്യും. വീട്ടിൽ ഗൈസ് ഞങ്ങൾ മറൈൻ ഡ്രൈവ് പോകാൻ തീരുമാനിച്ചപ്പോൾ അതൊക്കെ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറുകയാണ്. ആൽഫിന്റെ വകയാണ് പെട്രോൾ. കൊടു, പൈസ കൊടു. പെയിൻഫുൾ ആണെങ്കിൽ എന്താ, നമുക്ക് മറൈൻ ഡ്രൈവ് പോയിക്കോട്ടെ. ജസ്റ്റ് കലൂർന്ന് മറൈൻ ഡ്രൈവ് പോകണമെങ്കിൽ 500 rupees വേണം കേസ്. ഇപ്പോൾ സിറ്റിയിൽ ട്രാഫിക് ആയതുകൊണ്ട് 500 അടിക്കുള്ളൂ. കാരണം ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ മൈലേജ് മൊത്തം പോകും. നോം അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തിയിരിക്കുന്നു. കൊച്ചിയിലെ നൈറ്റ് ലൈഫ് കേസ്. മറൈൻ ഡ്രൈവിലെ കൊച്ചിത്തെ നൈറ്റ് ലൈഫ്. ഇവിടെ കുറേ ഷോപ്പുകൾ തുറന്ന്. ക്യൂൻസ് വേ. ആദ്യം ഫുഡ് കഴിക്കണം അല്ലേ? മുളക് ബജ്ജി. പക്ഷെ ചൂടില്ല കേസ്. ചൂടില്ല, ബട്ട് സ്റ്റിൽ ഗുഡ് റേ. ഇന്ന് ഫുൾ ബേബിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ഓരോന്ന് വാങ്ങി തീർക്കുന്നുണ്ട് ഗൈസ്. എന്താടി കണ്ണ് തുറന്ന് നിൽക്കണേ? ടേസ്റ്റ് ഇല്ലേ? നല്ല മോമോസാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാക്കണ അൽഫീൻ്റെ ആരായിരുന്നത്? നമ്മുടെ പാത്തുവിൻ്റെ അനിയനില്ലേ? പാത്തുവിൻ്റെ അനിയനാട്ടോ. ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്താ. നമ്മുടെ ഫാമിലി ഗ്രൂപ്പാണ്. ക്യൂട്ട്നെസ് അങ്ങനെ മറൈൻ ഡ്രൈവിന്റെ നൈറ്റ് വൈബ് ഒക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. മറൈൻ ഡ്രൈവ് അല്ല, ക്യൂൻസ് വേ. ബേബി വാ പോവാ. ബേബിനെ കാണാൻ നല്ല രസമുണ്ടല്ലോ. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? വ്യൂവേഴ്സിനോടൊന്ന് പറഞ്ഞു കൊടുക്കുക. താങ്ക് യു, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഞങ്ങൾ സ്ട്രീറ്റിന് അങ്ങനെ പാനിപ്പൂരി നീ കഴിക്കും. ഞാൻ ഒരു വട്ടം കഴിച്ചു ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷോപ്പിന് മുമ്പ് നിന്ന ഷോപ്പിനെ കുറ്റം പറയാം. പാനിപ്പൂരിയുടെ ടേസ്റ്റ്. മേ ബി
നമ്മള് ഹാജലിൽ നിന്ന് കഴിക്കുന്ന പാനിപ്പൂരി ആജലിയിലത്തെ പാനിപ്പൂരി വേറെ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അത് 150 രൂപയുടെ പാനിപ്പൂരി, ഇത് 35 രൂപയുടെ പാനിപ്പൂരി. ഞാൻ സൂസ് ചെയ്യാൻ പോയതായിരുന്നു ഗൈസ്. അവളുടെ കയ്യിലാണ് ഫോണ്. അവളെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാരണം മൈക്ക് എൻ്റെ കയ്യിലാണ്. മൈക്ക് ഇവിടെ. വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം, വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം. ടോർച്ചൊക്കെ അടിച്ചിട്ട് പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ വീട്. സോ ഫൈനലി വി ആർ ഹോം. മിനി അവിടെ നീക്കിയപ്പോൾ ചെറുത് തട്ടി. ഓ മൈ ഗോഡ്, ടയേർഡ് ഗൈസ്. 11-12 ചുമ്മാ അങ്ങനെ മെല്ലെ കറങ്ങി അവിടെ എത്തി. ഇനി നാളെ ഫേസ് കെയർ ആക്കിയാലോ? കറന്നുറങ്ങാം. എനിക്ക് ഇട്ട ഡ്രസ്സോട് കൂടെയാണ് കടന്നാണ്. പക്ഷെ ഇത് പാടില്ല ഗൈസ്, നമ്മുടെ ബേബി ഇത് അനുവദിക്കില്ല. ഫേസ് കെയർ നാളെ ആക്കിയാലോ അൽഫി? നാളെ ഫേസ് കെയർ. ഞാൻ ടയേർഡാണ്. സ്പാ ആണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കിടക്കുന്നതിന് മുമ്പ് കുഞ്ഞു റൂമിലുണ്ടോ നോക്കാം. കുഞ്ഞു അറിയതാ ഓപ്പൺ ആക്കട്ടെ? എന്താ കുഞ്ഞു മോളെ ചെയ്യുന്നേ? എന്നെ കാണാനില്ല എന്നും പറഞ്ഞ എന്തോരം കമൻസാണ് വരുന്നതെന്ന് പറയാം എനിക്ക്. നീ ഒരു സെലിബ്രേറ്റ് ആയ കാര്യം നീ മറന്നു. എന്താ നീ വരാത്ത? എന്നെ കാണാൻ കിട്ടുന്നില്ല. ഈ പൂക്കൾ തിട്ടേണ്ട ശേഷം നിന്നെ തീരെ കാണാനില്ലല്ലോ. എന്ത് ബിസി? ഞാൻ നിന്നെ വിളിക്കുമ്പോ നീ വരാനിട്ടല്ലേ? നീ പുറത്തു പോകാൻ വയ്യ? നിനക്കിവിടെ ഇഷ്ടം പോലെ പൂക്കളുണ്ടല്ലോ. പൂക്കളിൽ കടന്നു കഴിഞ്ഞാൽ നല്ല സ്മെല്ലുണ്ട്. നിന്നെ കാണാനില്ലായിട്ട് നിന്റെ ഫാൻസ് അവിടെ പിറുമുറുക്കുകയാണ്. ഞാനും വൈഫും കറങ്ങാൻ പോവാണ്, നിന്നെ കൂട്ടില്ലാന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ ഞാൻ ചെയ്യാൻ? ഈ വൈഫെന്ന് ഞാൻ പറയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം കിടക്കാൻ പോകണമെന്ന് വെച്ചാൽ നിന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് ഇപ്പോഴും പുട്ടിയൊക്കെ ഇട്ടിട്ടാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്നാ കോളേജ് അടയ്ക്കുന്നത് കുഞ്ഞു? 20th. ഓക്കെ, അപ്പം അതല്ല, കോളേജ് കഴിയുന്നതെന്നാ? അടുത്ത വർഷം കോളേജ് കഴിയും. ഫെബ്രുവരിയോടെ കൂടി കോളേജ് കഴിയൂലേ? ഓക്കെ. ആരോടാ ഞങ്ങളെ ചാറ്റിങ്? വാൾപേപ്പർ ഒന്ന് കാണിച്ചാ? കൊള്ളാടി, നല്ല രസമുണ്ട്. സോ ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്. ഇറങ്ങട്ടെ. കലാപരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ് ഗേസ്. ആരംഭിക്കാൻ പോവാണ്. പോടി ഗേസ്. കുഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട്. അവളാരെ റൂമിൽ കയറ്റി കത്തിയാ ഉറങ്ങി കിടന്നതാ കുട്ടി. അവളെ പോയി ഉറക്കി. അവളെ പോയി. ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഒരു പേഴ്സണൽ ലൈഫ് തിങ് ആണ് അവിടെ. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അൽഫി കത്തി വെച്ചിട്ടുള്ള പരിപാടി കുറച്ച് മതിട്ടാ. അല്ല, അത് ജസ്റ്റ് ഒന്ന് ഫേസിലെ ഹെയർ ഒന്ന് കുറച്ചൊന്ന് റിമൂവ് ചെയ്യാനാണ്. എന്തൊക്കെയല്ലേ എങ്ങനെ കഴിഞ്ഞാൽ ഇരിക്കണേ? കണ്ട് വൃത്തികെട്ട ആംഗിള് കണ്ട്. എന്താ നീ അവിടെ ചെയ്യുന്ന കുഞ്ഞു? ബേബി സൂക്ഷിച്ചൊക്കെ ഹാൻഡിൽ ചെയ്യണേ. അയ്യോ, നെറ്റൊക്കെ ഷേവ് ചെയ്യുന്നുണ്ട്. എന്തിൻ്റെ ഉള്ള തേങ്ങയാണ്? ആ ഡയറക്ഷനിലല്ല ചെയ്യണ്ടേ, പക്ഷെ എനിക്ക് ഈ ബ്ലേഡ് അത്ര രസമായിട്ട് തോന്നുന്നു. ബ്ലേഡ് രസമില്ലെങ്കിൽ നീ ചെയ്യണ്ട ബേബി. ഇഫ് യു ഡോണ്ട് ട്രസ്റ്റ് മീ ഡോണ്ട്. അയ്യോ, വേറൊരു ദുരന്തം എത്തി. 2 ദുരന്തം. കുഞ്ഞു അരുത്, കുഞ്ഞു അരുത്. ഇവിടെ എന്തോ ഒരു സാധനം തിളപ്പിക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു സാധനം തിളപ്പിക്കുന്നുണ്ട് ഗൈസ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ. മൂർച്ചില്ലാത്ത കഴിഞ്ഞിട്ട് സീനാവും. ഇപ്പം താടി ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യാണ്. കുഞ്ഞോടൻ്റെ ബ്ലേഡിന് മൂർച്ചയില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. ചെറുതായിട്ട് ചെയ്താൽ മതി. എന്താ ഞങ്ങളെ കൊറിയൻ ലുക്ക് പിടിക്കാണോ? ആ ബാത്റൂം ക്ലോസ് ചെയ്ത് സാലിയ ലുക്ക് സൈഡ് ഒട്ടിയേസി പോവും. ഇവിടെ എന്തൊക്കെയാണ് കേസ് സംഭവം. വെള്ളം ചിന്തലിട്ടോ, എൻ്റെ സുനാപ്ലിക്കേഷൻ വരെ കത്തിപ്പോവും. ഇതെന്തിനാണ്? സ്റ്റീം പിടിക്കുമ്പോ പുഴുക്കളൊക്കെ പുറത്തു വരും. പുഴുക്കളാ? കുഞ്ഞോ, ഫേസ് വാഷ് ഇട്ട് കഴുകുകയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നേ? മിണ്ടരുത്. ഇതെന്താടി തേക്കണേ? നെയ്യല്ല, സ്ക്രബാണ്. എൻ്റെ കയ്യിൽ പ്രൊഡക്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്
ഞാൻ ഒരു ഹണി വെച്ചൊരു സ്ക്രബ് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയതാണോ? അതെ, ഹണി ഉറുമ്പ് വരാൻ നോക്കി കേട്ടൊക്കെ അല്ലോ ബന്ധ തോലിക്കുന്ന അവിടുന്ന് തടിമലാക്കൊന്നും ചെയ്യില്ലേ, രമത്തുമാരും അമ്മ അങ്ങോട്ട് പോരൂ. സീരിയസ്ലി. അപ്പൊ ഇനി ഫേസ് പാക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. കണ്ണടച്ചിട്ടോ. എൻ്റെ പൊന്നെ ബേബി, ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? അതോ ഫസ്റ്റ് ടൈം അല്ലല്ലോ അത് ചെയ്യുന്നേ? പറടി. നിനക്കറിയാം ഞാൻ ഇത് നിനക്ക് ഫസ്റ്റ് ടൈം അല്ല ചെയ്തു തരുന്നത്. പക്ഷെ ഇതൊന്നും ഞാൻ കണ്ടില്ല. അത് നീ ഉറങ്ങുന്നോണ്ടാ. ശരിയായിരിക്കാം, മേ ബി. ഓൾമോസ്റ്റ് ആയിട്ട്. എന്താടി ഇതൊക്കെ? എനിക്ക് എന്നെ കണ്ടിട്ടൊന്നും എന്തോ മാതിരി തോന്നുന്നു. ലുക്ക് അറ്റ് മീ. അവതാർ അവതാർ കുഞ്ഞ അവതാർ. നല്ല കളറില്ല, നോക്ക്, രസമുണ്ട്. രസമുണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ അവതാറല്ല, പിന്നെന്താ? പുഷ്പമില്ല. സാരി എടുത്തിട്ട് അതെനിക്കറില്ലേ, അതിങ്ങ അതാണിത്. അല്ലാതെ അവതാറല്ല, അതാറ് കളറല്ല. പുഷ്പാടാ പറയുമ്പോ ഇന്നലെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് അതൊക്കെ താടി ഹെയർ ഒക്കെ ഇറങ്ങിയൊക്കെ ചെയ്തപ്പോഴോ. കുഞ്ഞു ആദ്യം പുച്ഛിച്ചു, പിന്നെ പേടിച്ചു. അയ്യോ അല്ലു അർജുൻ ഫാൻസ് അല്ലേ അല്ലേ കുഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഞാൻ പോയിട്ട് കിടക്കട്ടത്. എത്ര നേരം വെക്കണോ? ഇത് ഒരു 15 മിനിറ്റ്. ഓക്കെ, സോ 15 മിനിറ്റ് തന്നെ ഞാൻ കടന്നുറങ്ങണാണ്. എല്ലാവരും ടാറ്റ കൊടുക്ക് വീഡിയോക്ക്. അങ്ങനല്ല, ടാറ്റ. ശരി, ടാറ്റ കൊടുക്ക്. നാളെ കാണാം. ബൈ ബൈ.